വിമർശനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. നമുക്ക് ആർക്കാണെങ്കിലും, ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും തെറ്റുകൾ സംഭവിക്കും പല കാര്യങ്ങളിൽ, ഇല്ലേ? പല കാര്യങ്ങളും ഇപ്പോഴും വിമർശിക്കപ്പെടുന്ന പല കാര്യങ്ങൾ. ഞാനിവിടെ വലിയ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും വിമർശിക്കപ്പെടുന്നില്ലേ? ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയും, ആ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി 21-ാം നൂറ്റാണ്ടിലും തനിയാവർത്തനം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു ഫോർമാറ്റിലാണ്, വേറെ പുതിയ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടിയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. പണ്ട് ഹിറ്റ്ലറുടെ കൂടെ ഗീബൽസ് ആയിരുന്നുവെങ്കിൽ ഇന്ന് ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൂടെ PR ഏജൻസികളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങളെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അവരെ ഒറ്റപ്പെടുത്താനുള്ള വലിയ ആക്രമണങ്ങളുണ്ടാവും. നമ്മൾ സത്യം പറഞ്ഞാൽ, സത്യസന്ധമായി നമ്മൾ സംസാരിച്ചാൽ, അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ആക്രമണം എന്താണ്? വാദിയെ പ്രതിയാക്കും സോഷ്യൽ മീഡിയ. കൊടും കുറ്റവാളിയെ വെള്ളപൂശിയെടുക്കും, വൈറ്റ് വാഷ് ചെയ്തെടുക്കും. കൊടും കുറ്റവാളിയെ വെള്ളപൂശിയെടുക്കും. ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്തെടുക്കും, മിടുക്കന്മാരാക്കി മാറ്റും. ചോദ്യം ചെയ്യുന്നവരെ അപമാനിക്കും. അതിപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമല്ല, എക്രോസ് ദ വേൾഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവരാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൈകളിലേക്ക് ഈ ടൂൾസ് എല്ലാം വരികയാണ്. അവരാണ് അതിനെ മിസ്യൂസ് ചെയ്യുന്നത്. ഒരു വല്ലാത്ത കെട്ടകാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ പറയുന്നവരെ ആദരവോടുകൂടി നോക്കിക്കാണണം എന്ന ഒറ്റ വാചകം മാത്രം പറഞ്ഞ് അതവർ കറക്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ചുറ്റും ആളുകൾ വേണം. പ്രത്യേകിച്ച് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ചുറ്റും അവതാരങ്ങളും സ്തുതിപാഠകന്മാരും രാജകൊട്ടാരത്തിലെ പോലെ വിദൂഷകന്മാരും തിങ്ങി നിറയുന്ന ഒരു കാലത്ത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം, നിങ്ങൾ തെറ്റ് തിരുത്തണം, ശരിയായ പാതയിലൂടെ അല്ല പോകുന്നത് എന്ന് വിളിച്ചു പറയാൻ ആരുമില്ലാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള പേടിയുള്ള ഒരാളാണ് ഞാൻ, ഭയമുള്ള ഒരാളാണ് ഞാൻ. അവിടെ എവിടെയെങ്കിലും ഒരാൾ നിന്നത് പറയുന്നുണ്ട് എങ്കിൽ അത് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് വിചാരിക്കാനും അവരെ ആദരവോടുകൂടി നോക്കിക്കാണാനും കഴിയണം.